ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കേരള പി എസ് സിയുടെ 65-ാം വാർഷിക വിശേഷാൽ പതിപ്പ് പി എസ് സി ബുള്ളറ്റിൻ പുറത്തിറക്കിയ 25,000 GK ക്വസ്റ്റ്യൻസിൻ്റെ ആദ്യത്തെ 125 ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നോക്കിയത്. അപ്പോൾ ഈ 25,000 GK ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടാണ്. അതായത് ഒരു 20 മിനിറ്റ് ഒക്കെയാണ് ഒരു വീഡിയോൻ്റെ ലെങ്ത് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളൊരു 2x കേട്ടിട്ട് പോയാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് കഴിഞ്ഞ 35 വർഷത്തെ പി എസ് സി എക്സാമിന് വന്ന ആവർത്തിക്കുന്ന GK ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കൂടുതലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇന്നലെ നമ്മൾ 128 ക്വസ്റ്റ്യൻസ് നോക്കി. അതിന് ശേഷമുള്ള 129ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. 129ാമത്തെ ക്വസ്റ്റ്യൻ: പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളം. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളം. ചെറി ബ്ലോസം എന്നുകൂടി അറിയപ്പെടുന്ന പ്രാദേശികവാദം മാംഗോ ഷവർ. ചെറി ബ്ലോസം എന്നുകൂടി അറിയപ്പെടുന്ന പ്രാദേശികവാദം മാംഗോ ഷവർ. തെങ്ങിൻ്റെ കൂമ്പുചീയൽ രോഗത്തിന് കാരണം ഫംഗസ്. തെങ്ങിൻ്റെ കൂമ്പുചീയൽ രോഗത്തിന് കാരണം ഫംഗസ് ആണ്. ലോകസഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി ലഭിച്ചാൽ അതിന്മേൽ ചർച്ചയ്ക്ക് തീയതി നിശ്ചയിക്കുന്നത് ആരാണ്? ലോകസഭാ സ്പീക്കർ. ലോകസഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി ലഭിച്ചാൽ അതിന്മേലുള്ള ചർച്ചയ്ക്ക് തീയതി നിശ്ചയിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ്. കേരള വനം വകുപ്പിൻ്റെ വനം മിത്ര അവാർഡ് ആദ്യമായി നേടിയത് കല്ലേൽ പുക്കുടൻ. കേരള വനം വകുപ്പിൻ്റെ വനം മിത്ര അവാർഡ് ആദ്യമായിട്ട് നേടിയത് കല്ലേൽ പൊക്കുടനാണ്. കല്ലേൽ പൊക്കുടൻ വനം മിത്ര അവാർഡ് ആദ്യമായി നേടി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശരത്കാല ഉത്സവം ഓണം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശരത്കാല ഉത്സവമാണ് ഓണം. 135ാമത്തെ ക്വസ്റ്റ്യൻ: കോൺഗ്രസിൻ്റെയും ഹോം റൂൾ ലീഗിൻ്റെയും നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിന് വേദിയായത് പാലക്കാട്. ആദ്യത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിന് വേദിയായത് പാലക്കാടാണ്. ആദ്യത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിന് വേദിയായത് പാലക്കാട്. 1977 വാങ്കാരി മാതായ് ആരംഭിച്ച പരിസ്ഥിതി സംഘടന ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്. 1977 വാങ്കാരി മാതായ് ആരംഭിച്ച പരിസ്ഥിതി സംഘടന ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്. ജ്ഞാനപ്രജാഗരം എന്ന പണ്ഡിത സദസ്സ് ആരംഭിച്ചത് തൈക്കാട് അയ്യ. 138 നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബ് എന്നിങ്ങനെ വിഭജിച്ച ഭരണഘടനാ ഭേദഗതി. നാഷണൽ കമ്മീഷൻ ഫോർ ST, നാഷണൽ കമ്മീഷൻ ഫോർ SC എന്നിങ്ങനെ വിഭജിച്ച ഭരണഘടന അമെൻമെൻറ്റ് 89ാമത്തെ അമെൻമെൻറ്റ്. 89ാം അമെൻമെൻറ്റ് പ്രകാരമാണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബ് എന്നിങ്ങനെ വിഭജിച്ചത്. ആദ്യം രണ്ടും ഒരുമിച്ചായിരുന്നു. വിഭജിച്ചത് 89ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544. പ്രമേഹത്തിൻ്റെ ലോക തലസ്ഥാനം എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യ. പ്രമേഹത്തിൻ്റെ ലോക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഇന്ത്യ. അരുണാചൽ പ്രദേശിന് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി 55. അരുണാചൽ പ്രദേശിന് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി 55. മാർക്കറ്റിംഗ് സൗകര്യത്തിനായി ഫലങ്ങൾ പഴുക്കുന്നത് തടയാൻ ഉപയോഗിക്കുന്ന ഹോർമോൺ. ഫലങ്ങൾ പഴുക്കുന്നത് തടയാൻ ഉപയോഗിക്കുന്ന ഹോർമോണാണ് ജിബർലിൻ. പഴങ്ങൾ പഴുക്കുന്നത് തടയാൻ ഉപയോഗിക്കുന്ന ഹോർമോൺ ജിബർലിൻ. മതേതരത്വവും ഫെഡറലിസവും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങളാണ് എന്ന് വിലയിരുത്തുന്നത് ഏത് കേസിലാണ്? SR ബൊമ്മെ കേസ്. SR ബൊമ്മെ കേസിൽ മതേതരത്വവും ഫെഡറലിസവും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങളാണ് എന്ന് വിലയിരുത്തപ്പെട്ടു. എന്തിൻ്റെ സ്വഭാവം അളക്കാനാണ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിക്കുന്നത്? പ്രകാശത്തിൻ്റെ സ്വഭാവം അളക്കാനാണ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിക്കുന്നത്. സ്പെക്ട്രോമീറ്റർ പ്രകാശത്തിൻ്റെ സ്വഭാവം അളക്കാൻ. ഏത് സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടിയാണ് പണ്ഡിറ്റ് കറുപ്പൻ പ്രവർത്തിച്ചത്? ധീവര സമുദായം പണ്ഡിറ്റ് കറുപ്പൻ. വടക്കു കിഴക്കൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന തീരസമതലം കോറോമണ്ടൽ.
വടക്കു കിഴക്കൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന തീരസമതലമാണ് കോറമണ്ടൽ തീരസമതലം. കാസർഗോഡ് കുള്ളൻ ഏത് കന്നുകാലി ഇനമാണ്? പശു. കാസർഗോഡ് കുള്ളൻ പശുവാണ് കേട്ടോ. എത്രാമത്തെ ദേശീയ ജലപാതയാണ് കാക്കിനഡയെയും പുതുശ്ശേരിയെയും ബന്ധിപ്പിക്കുന്നത്? ദേശീയ ജലപാത 4. കീലതന്തുക്കളുടെ രൂപവത്കരണം നടക്കുന്ന ന്യൂക്ലിയസ് വിഭജന ഘട്ടമേത്? പ്രോഫേസ്. പൈക്ക കലാപം നടന്ന വർഷം 1817. പൈക്ക കലാപത്തിൻ്റെ കേന്ദ്രം ഗുർദ, ഒഡീഷയിലെ സ്ഥലമാണ് ഗുർദ. പൈക്ക കലാപം 1817. പൈക്ക കലാപം 1817, കേന്ദ്രം ഒഡീഷയിലെ ഗുർദ. നോട്ട നടപ്പിലാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 14ാമത്തെ രാജ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതി. കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം മത്തി. കേവല 0 അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ എന്നറിയപ്പെടുന്നത് -273.15 ഡിഗ്രി സെൽഷ്യസ്. ഏത് രീതിയിലുള്ള ഭൂരൂപമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത്? സമതലങ്ങൾ. ഇന്ത്യയിൽ കൂടുതലുള്ള ഭൂരൂപമാണ് സമതലങ്ങൾ. ഏത് രൂപത്തിലുള്ള ഭൂരൂപമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്? സമതലങ്ങൾ. ജന്തുക്കളിലെ കുളമ്പ് രോഗത്തിന് കാരണം വൈറസ്. കുളമ്പ് രോഗത്തിന് കാരണം വൈറസ്. ഇന്ത്യയിൽ മലിനീകരണ നിയന്ത്രണ നിയമം പാസാക്കിയ വർഷം 1974. 1974 ഇന്ത്യയിൽ മലിനീകരണ നിയന്ത്രണ നിയമം പാസാക്കിയത്. പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ഏത് നദിയിലാണ്? കുന്തിപ്പുഴ. പൂക്കൾക്ക് നീല നിറം പകരുന്ന വർണ്ണവസ്തു ആന്തോസയാനിൻ. പൂക്കൾക്ക് നീല നിറം നൽകുന്നത് ആന്തോസയാനിൻ. ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തു എന്നത് പഠനങ്ങളിലൂടെ വ്യക്തമാക്കിയ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് രമേശ് ചന്ദ്രദത്ത്. 161ാമത്തെ ക്വസ്റ്റ്യൻ. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രോഗം അൾഷിമേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. 1990 വിംബിൾട്ടൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ ലിയാണ്ടർ പയസ്. അടുത്ത ക്വസ്റ്റ്യൻ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടത് ആർക്കാണ്? ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കും. 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അമെൻഡ് ചെയ്തു. അതിനുശേഷം അന്വേഷണത്തിനുള്ള അധികാരം നൽകപ്പെട്ടത് ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കും. മഹാരാഷ്ട്രയിലെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്നത് ജ്യോതിറാവു ഫുലെ. മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദാക്കാൻ കഴിയാത്ത ആർട്ടിക്കിളാണ് 20ഉം 21ഉം. 20ഉം 21ഉം അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദാക്കാൻ കഴിയാത്ത ആർട്ടിക്കിളാണ്. അത്ലറ്റ് ഫുട്ട് എന്ന അസുഖത്തിന് കാരണം ഫംഗസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഡെക്കാൻ ക്യൂൻ. എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്നു? 4 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. എല്ലാ സ്ഫോടക വസ്തുക്കളിലും അടങ്ങിയിരിക്കുന്ന മൂലകം നൈട്രജൻ. ഏത് അനുച്ഛേദ പ്രകാരമാണ് സായുധ സേനകളിലെ അംഗങ്ങളുടെ മൗലിക അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്? 33ാമത്തെ ആർട്ടിക്കിൾ പ്രകാരം. ഓപ്പറേഷൻ ട്രാജൻ ഹോഴ്സ് ഭഗത് സിംഗിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്പറേഷൻ ട്രാജൻ ഹോഴ്സ് ഭഗത് സിംഗിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വാഹനങ്ങളിൽ കൂളൻ്റ് ആയി ജലം ഉപയോഗിക്കാൻ കാരണം ജലത്തിൻ്റെ വിശിഷ്ട താപധാരികത കൂടുതലായതിനാലാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ മേഘപടലമുള്ള ഗ്രഹം ശുക്രൻ. സൾഫ്യൂരിക് ആസിഡിൻ്റെ മേഘപടലമുള്ള ഗ്രഹം ശുക്രൻ. സ്വാതന്ത്ര്യാനന്തരം തിരുവിതാംകൂറിൽ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ വഹിച്ചിരുന്ന പദവി രാജപ്രമുഖൻ. ഹിമാലയ പർവ്വതനിരയുടെ ദൈർഘ്യം 2400 കിലോമീറ്റർ. ഹിമാലയ പർവ്വതനിരയുടെ ദൈർഘ്യം 2400 കിലോമീറ്റർ. ജനങ്ങളുടെ കോടതി എന്നറിയപ്പെടുന്നത് ലോക് അദാലത്ത്. ജനങ്ങളുടെ കോടതി എന്നറിയപ്പെടുന്നത് ലോക് അദാലത്ത്. കൃഷ്ണഗിരി സ്റ്റേഡിയം എവിടെ സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിൽ. വയനാട് ജില്ലയിലാണ് കൃഷ്ണഗിരി സ്റ്റേഡിയം. അടുത്ത ക്വസ്റ്റ്യൻ. ശ്രീമൂലം പ്രജാസഭാംഗമായിരിക്കെ ദളിത് കോളനികൾ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടത് പൊയ്കയിൽ യോഹന്നാൻ. 1857 വിപ്ലവത്തിൻ്റെ പ്രവാചകനാണ് അസീമുള്ള ഖാൻ. അടുത്ത ക്വസ്റ്റ്യൻ. 1920കളിൽ മദാരി പാസിയുടെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിൽ നടന്ന കർഷക പ്രക്ഷോഭം ഏക പ്രസ്ഥാനം. ആൻസറാണ് ഏക പ്രസ്ഥാനം. 1920 മദാരി പാസിയുടെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിൽ നടന്ന കർഷക പ്രക്ഷോഭമാണ് ഏക പ്രസ്ഥാനം.
മനുഷ്യകോശത്തിലെ സ്വരൂപ ക്രോമസോമുകൾ എത്ര ജോഡിയാണ്? 22. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ. ഇന്ത്യയുടെ ഏതു ഭാഗത്താണ് രാജ്യത്തെ തേയിലയുടെ 4/3 ഉൽപ്പാദിപ്പിക്കുന്നത്? വടക്ക് കിഴക്കൻ ഇന്ത്യയിലാണ് തേയില കൂടുതലും ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കപ്പെടുന്നത് ആരുടെ നിയമനത്തിന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ്? അപ്പോൾ ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ഹൈക്കോടതി ജഡ്ജിക്ക് വേണ്ട യോഗ്യത ഉള്ള ഒരാളായിരിക്കണം അഡ്വക്കേറ്റ് ജനറലായിട്ടും സ്ഥാനമേൽക്കേണ്ട ആൾ. കറങ്ങുന്ന പമ്പരത്തിൻ്റെ ചലനം ഭ്രമണം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആസാദ് ദസ്ത എന്ന സംഘടന സ്ഥാപിച്ചത് ജയപ്രകാശ് നാരായൺ. അന്തസ്രാവി ഗ്രന്ഥി കൂടിയായ മസ്തിഷ്ക ഭാഗം ഹൈപ്പോ തലാമസ്. സ്വവർഗരതി നിയമവിധേയമാക്കുവാൻ പ്രേരകമായ കേസ് നവതേജ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ചാൽക്കോജൻ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് 16ാമത്തെ ഗ്രൂപ്പ്. ഹാലജൻ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് 17ാമത്തെ ഗ്രൂപ്പ്. ചാൽക്കോജൻ 16ാമത്തെ ഗ്രൂപ്പും ഹാലജൻ 17ാമത്തെ ഗ്രൂപ്പും. ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണം സൾഫർ. ബാംഗ്ലൂരിൻ്റെ പേര് ബംഗളൂരു എന്ന് മാറ്റിയ വർഷം 2014. ബാംഗ്ലൂരിൻ്റെ പേര് ബംഗളൂരു എന്ന് മാറ്റിയ വർഷം 2014. ജന്തുക്കളിലെ ആന്ത്രാക്സ് രോഗത്തിന് കാരണം ബാക്ടീരിയ. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ പ്രിസൺ കണ്ണൂരാണ് കേട്ടോ. വിഡ്ഢികളുടെ സ്വർണം എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈറാറ്റിക്സ് ആണ് എന്ന ബുക്ക്. വിഡ്ഢികളുടെ സ്വർണം എന്ന ചെറുകഥാ സമാഹാരം രചിച്ച വൈക്കം മുഹമ്മദ് ബഷീർ. 198ാമത്തെ ക്വസ്റ്റ്യൻ. അഷ്ടമുടി കായലിൻ്റെ മുഖ്യ ജലസ്രോതസ് ഏത് നദിയിലാണ്? കല്ലടയാർ. ഇന്ത്യയിൽ അധിവസിക്കുന്ന ജനവിഭാഗങ്ങളിൽ ഏറ്റവും പഴക്കം കൂടിയത് നെഗ്രിറ്റോകൾ. ഇന്ത്യയിലെ ലോകപ്രസിദ്ധമായ ധാതുമേഖല ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ധാതുമേഖല. 201ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് ഇനത്തിൽപ്പെട്ട ജീവിയാണ് ഗ്രാമലക്ഷ്മി? ഏതാണ്? കോഴി. CAG പദവി നിർത്തലാക്കണമെന്ന് നിർദ്ദേശിച്ചത് ആര്? പോൾ എച്ച് ആപ്പിൾബി ആണ് CAG എന്ന പദവി നിർത്തലാക്കണമെന്ന് നിർദ്ദേശിച്ചത്. സ്വത്തവകാശം ഇപ്പോൾ എന്ത് തരം അവകാശമാണ്? ഇപ്പം നിയമാവകാശമാണ്. ആദ്യം അത് മൗലികാവകാശത്തിൽപ്പെട്ടതായിരുന്നു, ഇപ്പോൾ അത് നിയമപരമായ അവകാശമാണ്. ടയർ, ചെരുപ്പ് എന്നിവ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന റബ്ബർ സ്റ്റൈറീൻ ബ്യൂട്ടാഡൈൻ റബ്ബർ. പേരിന് അപരിചിതൻ എന്നർത്ഥമുള്ള മൂലകം സെനൻ. മൂലകമാണ് സെനൻ. കേരളത്തിലെ പെലെ എന്നറിയപ്പെടുന്നത് TKS മണിയാണ് കേരളത്തിലെ പെലെ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല കാസർഗോഡ്. ചോദിച്ചാൽ കാസർഗോഡ്. ആദ്യത്തെ ജൈവ ജില്ല കേരളത്തിലെ കാസർഗോഡ്. ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം ശനി. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് നഗരപാലിക ബിൽ രാജ്യസഭയിൽ പരാജയപ്പെട്ടതാണ് ചോദിക്കുന്നത് കേട്ടോ. രാജീവ് ഗാന്ധിയുടെ കാലത്താണ് നഗരപാലിക ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചു പരാജയപ്പെടുകയും ചെയ്തു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം 1995. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത് 1995. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലസന്തുലനാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ അൽഡോസ്റ്റിറോൺ. ഹോർമോണാണ് അൽഡോസ്റ്റിറോൺ. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് മാതൃഭാഷയിൽ പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ സംസ്ഥാനങ്ങൾ സൗകര്യമേർപ്പെടുത്തണം എന്ന വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദനം 350A. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് മാതൃഭാഷയിൽ പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ സംസ്ഥാനങ്ങൾ സൗകര്യമേർപ്പെടുത്തണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 350A. ആറ്റിങ്ങൽ കലാപസമയത്തെ വേണാട് രാജാവ് ആദിത്യവർമ്മ. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ രചിച്ചത് MN റോയ്. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ MN റോയ്.
ഇടുക്കിയിൽ ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ അമരാവതി എന്നറിയപ്പെടുന്ന നദി പാമ്പാർ. പാമ്പാർ എന്താ ചെയ്യുന്നത്? ഇടുക്കിയിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലെത്തുമ്പം പാമ്പാറിൻ്റെ പേര് അമരാവതി എന്നായി മാറി. കരം തമണ്ണ ദോരയുടെ നേതൃത്വത്തിൽ 1839 മുതൽ വിവിധ റംഭ കലാപങ്ങൾക്ക് വേദിയായ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. പാക് കടലിടുക്കിലേക്ക് ഒഴുകിയെത്തുന്ന നദി വൈഗ. പാക് കടലിടുക്കിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് വൈഗ. പ്രാണവായു എന്നറിയപ്പെടുന്നത് ഓക്സിജൻ. ഫോറസ് ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി അഡ്രീനൽ. ഫോറസ് ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് അഡ്രീനൽ ഗ്രന്ഥിയാണ്. ഫോറസ് ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഫോറസ് ഗ്രന്ഥി, അഡ്രീനൽ ഗ്രന്ഥി. രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ്? പമ്പ നദിയിൽ. രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് പമ്പ നദിയിൽ. ടാഗോറിൻ്റെ ഏത് കാവ്യ സമാഹാരത്തിലാണ് ജനഗണമന പ്രസിദ്ധീകരിച്ചത്? ധർമ്മസംഗീതം. ഡംബൽ ആകൃതിയിലുള്ള സബ്ഷെല്ലാണ് പി. പി സബ്ഷെല്ലിൻ്റെ ആകൃതി ഡംബൽ. പി ആർ ശ്രീജേഷ് ഇന്ത്യയുടെ ഏത് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു? ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു പി ആർ ശ്രീജേഷ്. നാഡീകോശത്തിൻ്റെ കോശസ്തരത്തിന് പുറത്തുള്ള ചാർജ് നെഗറ്റീവ്. നാഡീകോശത്തിൻ്റെ കോശസ്തരത്തിന് പുറത്തുള്ള ചാർജാണ് ചോദിക്കുന്നത്, നെഗറ്റീവ് ചാർജ്. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപവൽക്കരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ 3. ഭാരതപ്പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാം? പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. നമ്മൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയതായിരുന്നു പെരിയാർ ഒഴുകുന്ന ജില്ലകൾ. പെരിയാർ ഒഴുകുന്ന ജില്ല ഇടുക്കി, എറണാകുളം. ഭാരതപ്പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലകൾ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന ആർട്ടിക്കിൾ 350B. 229ാമത്തെ ക്വസ്റ്റ്യൻ. 1928 ഏപ്രിലിൽ എറണാകുളത്ത് നടന്ന അഖില കേരള കുടിയാൻ സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്നത്? ലാലാ ലജ്പത് റായ്. 1928 എറണാകുളത്ത് നടന്ന അഖില കേരള കുടിയാൻ സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്നത് ലാലാ ലജ്പത് റായ്. ആക്സോണിനെ വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയ സ്ഥലമാണ് മൈലിൻ. ആക്സോണിനെ വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയ സ്ഥലം മൈലിൻ. രണ്ടാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം 1800 1805. അപ്പോൾ ഒന്നാം പഴശ്ശി കലാപം നടന്നതോ 1793 1797 കാലഘട്ടത്തിൽ. രണ്ടാം പഴശ്ശി കലാപം 1800 1805. 1793 97. രണ്ടാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം 1800 1805. ഉൽക്കകളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്ന അന്തരീക്ഷ പാളി മീസോസ്ഫിയർ. ഉൽക്കകളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്ന അന്തരീക്ഷ പാളി മീസോസ്ഫിയർ. റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രം സുഷുമ്ന. റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രം സുഷുമ്ന. ലൂട്ടിയോട്രോപ്പിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് പ്രൊലാക്റ്റിൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൻ്റെ ആസ്ഥാനം ഗോവ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൻ്റെ ആസ്ഥാനം ഗോവ. ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്ന സമിതിയാണ് ജനറൽ അസംബ്ലി. ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്ന സമിതി ജനറൽ അസംബ്ലി. കുക്ക പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന കുക്ക എന്നൊക്കെ പറയും കേട്ടോ. പ്രസ്ഥാനം രൂപപ്പെടുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. 238ാമത്തെ ക്വസ്റ്റ്യൻ. 1914 സർ ബഹുമതി നിരസിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ഗോപാലകൃഷ്ണ ഗോഖലെ. എൻസൈമും ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. എൻസൈമും ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. ഏത് വർഷമാണ് ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ചത്? 1951. ഒന്നാം പഴശ്ശി വിപ്ലവം ആരംഭിച്ച വർഷം 1793. VIP വാഹനങ്ങളിൽ റെഡ് ബീക്കൺ ഒഴിവാക്കുന്നതിന് ആസ്പദമായ കേസ് അബൈസിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. സ്പൈറോമീറ്റർ അളക്കുന്നത് എന്തിൻ്റെ ശേഷിയാണ്? ശ്വാസകോശം. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ശരീരഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. ഹൃദയസ്തംഭനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റ. എൻഡോക്രൈനോളജിയുടെ പിതാവ് ടി അഡിസൺ ആണ് എൻഡോക്രൈനോളജിയുടെ പിതാവ്. തൊട്ടടുത്ത ന്യൂറോണുകളിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ന്യൂറോണിൻ്റെ ഭാഗം ഡെൻഡ്രൈറ്റ്.
പോർച്ചുഗീസ് ഭരണത്തിനെതിരെ 1787 പിൻറ്റോ കലാപം നടന്നത് ഗോവ. 1787 പിൻറ്റോ കലാപം നടന്നത് ഗോവയിൽ വെച്ചിട്ടാണ്. എന്തിനെതിരെ? പോർച്ചുഗീസ് ഭരണത്തിനെതിരെ 1787 പിൻറ്റോ കലാപം നടന്നു. അത് നടന്ന സ്ഥലം ഗോവ. കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം ഫോട്ടോസ്പിൻ. ഡോപ്പമിൻ്റെ ഉൽപ്പാദനക്കുറവ് കാരണം ഉണ്ടാകുന്ന രോഗം പാർക്കിൻസൺസ് രോഗം. തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകി തിരികെ തമിഴ്നാട്ടിലേക്ക് തന്നെ ഒഴുകുന്ന ഏക പുഴ ഭവാനി. അപ്പോൾ ഉത്ഭവിച്ചത് തമിഴ്നാട്ടിലാണ്, എന്നിട്ട് അവിടുന്ന് കേരളത്തിലേക്ക് ഒഴുകി തിരിച്ച് തമിഴ്നാട്ടിലേക്ക് തന്നെ ഒഴുകുന്ന ഏക പുഴയാണ് ഭവാനി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 250 ക്വസ്റ്റ്യൻ ആയിട്ടോ. ഇന്നലെ 125, ഇന്ന് 125. അപ്പോൾ രണ്ടും കൂടെ നമ്മൾ 250 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി ഭാഗം നാളത്തെ വീഡിയോയിൽ കാണാം. അതേപോലെ ഈ 25,000 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് പോസ്റ്റ് ചെയ്യാം കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ എളുപ്പമായിരിക്കും. അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.